ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻ SS മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ 10-ാം അധ്യായത്തിലെ 18 വാക്യത്തിൽ നിന്ന് 28 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ്ലീഹായെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തന്റേടിയുമെന്ന്. 2. അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തന്റേടിയുമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെ? വിശുദ്ധ പൗലോസ്ലീഹായെ. 3. വിനീതനും തന്റേടിയുമായ വിശുദ്ധ പൗലോസ്ലീഹ എന്തിന്റെ പേരിലാണ് കൊറിന്തോസുകാരോട് അഭ്യർത്ഥിക്കുന്നത്? ക്രിസ്തുവിന്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ. 4. ആരെയാണ് ധീരമായി നേരിടാമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ കരുതുന്നത്? ഞങ്ങളെ ജഡികന്മാരായി കരുതുന്നവരെ. 5. പൗലോസ്ലീഹ കൊറിന്തോസുകാരോട് അഭ്യർത്ഥിക്കുന്നത് എന്ത്? നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എന്റെ ധൈര്യം പ്രകടിപ്പിക്കാൻ ഇടവരുത്തരുതേ എന്ന്. 6. പൂരിപ്പിക്കാനുള്ളൊരു ചോദ്യമാണ്. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ഡാഷ് ഞങ്ങൾ നടത്തുന്നത്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. 7. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. എന്തുകൊണ്ട്? ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല. ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. 8. 10:5 പൗലോസ്ലീഹ പരാമർശിക്കുന്ന വാദമുഖങ്ങൾ എന്തെല്ലാം? 1. ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും 2. ഔദത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ 3 വാദമുഖങ്ങളാണ് പൗലോസ്ലീഹ 10:5 പരാമർശിക്കുന്നത്. 9. കൊറിന്തോസുകാർ പൂർണ്ണമായി അനുസരിച്ചതിന് ശേഷം പൗലോസ്ലീഹ ചെയ്യാൻ പോകുന്നത് എന്ത്? അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ സന്നദ്ധരായിരിക്കുന്നു. 10. 5-ാം വാക്യത്തിന് ശേഷം ഒരു വാക്യം വിട്ടുപോയിട്ടുണ്ട്. ആ വാക്യം ഏതാണ്? 6-ാം വാക്യം. 11. നിങ്ങൾ കൺമുൻപിലുള്ളത് കാണുക എന്ന് പറഞ്ഞതിന് ശേഷം പൗലോസ്ലീഹ പറഞ്ഞതെന്ത്? ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നുവെങ്കിൽ ഞങ്ങളും അവനെ പോലെ ക്രിസ്തുവിനുള്ളവനാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ. 12. ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നുവെങ്കിൽ എന്തുകൂടി മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഞങ്ങളും അവനെ പോലെ ക്രിസ്തുവിനുള്ളവനാണെന്ന്. 13. എനിക്ക് ലജ്ജിക്കാനില്ല എന്ന് പൗലോസ്ലീഹ അവകാശപ്പെടുന്നത് എന്ത്? അധികാരത്തെപ്പറ്റി പ്രശംസിച്ചു പറയുന്നത്. 14. കർത്താവ് സ്ലീഹായ്ക്ക് അധികാരം നൽകിയിരിക്കുന്നത് എന്തിനാണ്? കൊറിന്തോസുകാരെ പടുത്തുയർത്താൻ. 15. നിങ്ങൾ എന്നെ എന്തായി കണക്കാക്കരുത് എന്നാണ് പൗലോസ്ലീഹായുടെ അഭ്യർത്ഥന. ലേഖനത്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായിട്ട്. 16. 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ പൗലോസ്ലീഹായുടെ ലേഖനത്തെപ്പറ്റി ചിലർ പറയുന്നത് എന്താണ്? ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണെന്ന്. 17. സ്ലീഹായുടെ ശാരീരിക സാന്നിധ്യത്തെപ്പറ്റി ജനങ്ങളുടെ അഭിപ്രായം എന്ത്? അശക്തവും ഭാഷണം മനസ്സിലേശാത്തതുമാണ്. 18. എന്തിനെല്ലാം ഞങ്ങൾ തുനിയുന്നില്ല എന്നാണ് പൗലോസ്ലീഹ അവകാശപ്പെടുന്നത്. ആത്മപ്രശംസ നടത്തുന്നവരുടെ
ഗണത്തിൽപ്പെടാനോ അവരുമായി താരതമ്യം ചെയ്യാനോ. 19 ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ അവരുമായി താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല എന്ന് പൗലോസ്ലീഹ പറയാനുള്ള കാരണം പരസ്പരം അളക്കാനും താരതമ്യം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ എന്നതുകൊണ്ട്. 20 പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ. ആര്? ആത്മപ്രശംസ നടത്തുന്നവർ. 21 ഞങ്ങൾ ആത്മപ്രശംസ നടത്തുന്നത് ഏതുവരെ എന്നാണ് സ്ലീഹായുടെ അഭിപ്രായം? ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധിവരെ. 22 പൗലോസ്ലീഹായും കൂട്ടരും കോറിന്തോസുകാരുടെ അരികിൽ വന്നത് എങ്ങനെ? ക്രിസ്തുവിന്റെ സുവിശേഷവുമായി. 23 അതിര് കവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ എന്ന് എന്തു പറഞ്ഞുകൊണ്ടാണ് പൗലോസ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നത്? അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം സ്വായത്തമാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. 24 കോറിന്തോസുകാരുടെ ഇടയിൽ സ്ലീഹന്മാരുടെ അധികാരമണ്ഡലം സർവോപരി വികസിക്കുന്നത് എപ്പോൾ? കോറിന്തോസുകാരുടെ വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച്. 25 കോറിന്തോസുകാരുടെ വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് സ്ലീഹന്മാരുടെ അധികാരമണ്ഡലം വികസിക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണ്? കോറിന്തോസുകാർക്ക് അപ്പുറമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ സാധിക്കും. 26 അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ഈ വാക്യത്തിന് സമാനമായ വാക്യം ഏതാണ്? ജെറമിയ പുസ്തകത്തിൽ നിന്ന് 9-ാം അധ്യായം 24-ാം വാക്യമാണ് ഈ വാക്യത്തിന് സമാനമായിട്ടുള്ള വാക്യം. 27 ആര് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യനായവൻ? കർത്താവ് പ്രശംസിക്കുന്നവൻ. 28 എന്തെന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. അധ്യായവും വാക്യവും എഴുതുക. 10-ാം അധ്യായം 18-ാം വാക്യം.